വലിയ പ്രയാസമാണ്. ഇപ്പം വീട് കണ്ടില്ല മോനെ നിൽക്കണത്. എനിക്കൊന്നും പറയാൻ അറിയൂല. ഞാൻ 5 സെന്റ് സ്ഥലം കിട്ടിയാൽ മതി. 10 ലക്ഷം കൊണ്ടൊന്നും എത്രയും പെട്ടെന്ന് കിട്ടൂ, മനസ്സിലായ? ഇപ്പോഴത്തെ MLA എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത് സാധിപ്പിച്ച് തരാൻ ഞാൻ ഒരു രക്ഷയില്ല. ഞങ്ങൾ കണ്ടിരിക്കും പോകാനും കൂടി. എൻ്റെ സുഖമില്ലാത്ത താത്തിരിക്കണാണ് കോലായിൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് MLA ഞങ്ങൾക്ക് ഇത് ശരിയാക്കി തരാൻ. ഞാൻ ഒന്നും ശരിയാവൂല. ഞങ്ങൾ കക്കൂസി ഇരിക്കാനും ഒന്നിനും പറ്റാതായിരിക്കണം. ഇപ്പം അടുത്തായിരിക്കണം ഞങ്ങൾ. നിങ്ങൾ വന്ന് നോക്ക്. ഇനിയിപ്പോൾ ഞാൻ വന്ന് നോക്കിയിരിക്കണം. ഇവിടെ സുഖമില്ലാത്തൊരു 28 വയസ്സായൊരു പെൺകുട്ടിയുണ്ട്. അതിനെ ഇവിടേക്ക് ഒരു വാതക്കരിക്കും കൊണ്ടുപോകാൻ പറ്റൂല. ഇവർക്ക് എല്ലാവർക്കും അറിയാം. വലിയ പ്രയാസമാണ്. ഈ വർഷക്കാലമായി കഴിഞ്ഞാൽ കൂട്ടപാലായനമാണ്. ഈ സമയമായി കഴിഞ്ഞാൽ തീരദേശത്ത് താമസിക്കുന്ന ആളുകളെല്ലാം കൂട്ടപാലായനം. മുഴുവൻ കുടുംബങ്ങളും മാറി വാടകയ്ക്ക് താമസിക്കാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന മുഴുവൻ കുടുംബങ്ങളും വാടകയ്ക്കും ബന്ധുവീടുകളിലേക്കും എവിടേക്ക് പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന ആളുകളെല്ലാം പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ മുമ്പ് ഇപ്പോൾ കുറേ എമർജൻസി വർക്കുകൾ അടുത്തടുത്ത് ചില പോക്കറ്റുകളിലൊക്കെ 50 മീറ്റർ 100 മീറ്റർ 50 മീറ്റർ അങ്ങനെ ഒരുപാട് കടൽ ഭിത്തിട്ടിട്ടുണ്ട് താൽക്കാലികം. പക്ഷെ ആ ഇടലാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ അപകട അവസ്ഥയിലേക്ക് നിങ്ങളെ നാടിനെ എത്തിച്ചത്. കണ്ണു തുറന്ന് പൂർണ്ണമായി കടൽ ഭിത്തി വേണമെന്നുള്ളതാണ്. അഴീക്കൽ മുതൽ കാപ്പിരിക്കാട് വരെ പൂർണ്ണമായി ഒരൊറ്റ ലേബലിൽ ഈ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. പരിതാപകരമാണ്. നമ്മളിവിടെ എത്ര കുടുംബങ്ങൾ ഇങ്ങനെ ഭീഷണിയിലുണ്ട്? ഇത് ഇന്ന് ആദ്യമായിട്ടൊന്നല്ലല്ലോ. ഇത് ഒരുപാട് കാലങ്ങളായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാലങ്ങളായി. അപ്പോൾ ഇന്ന് ഈ പ്രയാസങ്ങളല്ല ഞാൻ അനുഭവിക്കുന്നത്. മസൂദ് പറഞ്ഞതുപോലെ ഇത്രയും ബുദ്ധിമുട്ടെല്ലാം ഇടയ്ക്കിടയ്ക്കുള്ള ഗ്യാപ്പ് ഉണ്ടായത് കാരണമാണ് ഇങ്ങനെയൊക്കെ അടുത്തടുത്ത വീടുകൾ വീണ്ടും പോകും വെള്ളം കയറുന്നത്. ഞങ്ങളെല്ലാം മത്സ്യത്തൊഴിലാളികളാണ്. ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം ഞങ്ങളെ ജീവിതം കഴിയണമെങ്കിൽ. പക്ഷേ ഇപ്പം കടൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കടൽ തുടക്കം വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് തുടക്കം വെച്ചിട്ട് ഇനി ഇതേപോലെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തെ ജനങ്ങളെല്ലാം മൊത്തം പൊയ്ക്കോളും. ഇത് ഇപ്പോൾ ഈ കണ്ട നിലക്ക് വെച്ച സുനാമിയോ മറ്റുള്ള ഇതൊക്കെ വരെയെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കാര്യം എടുക്കാൻ ആളില്ല. അത് മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഈ തിണ്ട് കെട്ടിയതിൻ്റെ പേരിലാണ് ഈ സ്ഥലം പോണത്. വെള്ളം നിരന്ന് കയറിയെന്നുണ്ടെങ്കിൽ മെയിൻ റോഡിലേക്ക് വെള്ളം എടുക്കും. ആ കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത്. അത് മനസ്സിലായില്ലേ? അതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തൽക്കാലം ചെയ്തിട്ട് കാര്യമില്ല. ശാശ്വതമായിട്ടുള്ള പരിഹാരം കാങ്ങന്നെ വേണം. അതാണ് ഞങ്ങളുടെ ആവശ്യം.